നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥയായിട്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ കഥകളും കാര്യങ്ങളും ഇന്ന് ചാനലിനകത്ത് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വേദ സത്യങ്ങളൊക്കെ തരുണിനോട് തുറന്നു പറയണമെന്ന് കരുതി മുറിയിലേക്ക് വരുമ്പോഴാണ് ആ കാര്യം കാണുന്നത്. നെഞ്ചില് കുഞ്ഞിന്റെ കാൽപാദം പച്ച കുത്തിയിരിക്കുന്ന തരുണിനെ ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് തിരിഞ്ഞു വേദയ്ക്ക് നേരെ. വേദയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കുഞ്ഞ് ഉറങ്ങിയോന്ന് നോക്കാനായിട്ട്. അതെ മോൾ ഉറങ്ങി. കണ്ടില്ലേ തൊട്ടിക്കകത്ത് കിടന്ന് നല്ല ഉറക്കുക. എൻ്റെ കഥകളും ഒക്കെ കേട്ടിട്ടാ മോൾ ഉറങ്ങിയത്. കുഞ്ഞുനാളിലെ നമ്മൾ മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിൽ തട്ടി നിൽക്കും. കഥകളും കവിതകളും ഒക്കെ കേട്ട് വേണം അവൾ വളരാനായിട്ട്. നല്ല നല്ല കഥകൾ കേട്ട് വേണം വളരാനായിട്ട്. ഒരു കാരണവശാലും അവളെ ചുറ്റിപ്പറ്റി വേറൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അവളുടെ മനസ്സിൽ നന്മകൾ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കി എല്ലാ തിന്മകളിൽ നിന്നും എനിക്ക് അവളെ ഒഴിവാക്കി നിർത്തണം. എൻ്റെ കുഞ്ഞിയെ നന്നായിട്ട് എനിക്ക് വളർത്തണം. നല്ലൊരു മോളായിട്ട് എനിക്ക് വളർത്തിക്കൊണ്ട് വരണം. അതാ എൻ്റെ ആഗ്രഹം. അല്ല വേദയ്ക്ക് ആഗ്രഹമില്ലേ അങ്ങനെ? വേദയ്ക്കൊരു മോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദയ്ക്ക് കുഞ്ഞുണ്ടെങ്കിൽ വേദ അങ്ങനെ ആഗ്രഹിക്കില്ലേന്ന് ചോദിച്ചു. ഒരു നിമിഷം വേദ ഇങ്ങനെ തരുണിനെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും തരുൺ പറഞ്ഞു, ഞാനേ 7ാം ക്ലാസ് വരെ നാട്ടിലാണ് പഠിച്ചേ. അവിടെ ഒരു മാഷുണ്ടായിരുന്നു, കണക്ക് പഠിപ്പിക്കുന്നൊരു മാഷ്, ഒരു സുധാകരൻ മാഷ്. പെട്ടെന്ന് വേദ ഞെട്ടിപ്പോയി. സാറിങ്ങനെ കണക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കഥകളും കവിതകളും ഒക്കെ പറയുമായിരുന്നു. കണക്ക് പോലും അങ്ങനെ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ മനസ്സിലത് നിലനിൽക്കും. എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറന്നു പോവില്ല. പിന്നീടാണ് ഞാൻ CBSE സിലബസിലേക്ക് മാറിയത്. അവിടുന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം. ഇപ്പം ആ മാഷ് ജീവനോടെ ഉണ്ടോ ആവോ, നല്ല പ്രായമായി കാണും, ചിലപ്പം മരിച്ചു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം വേദ ഞെട്ടലോടുകൂടി തരുണിനെ നോക്കുക. കാരണം സുധാകരൻ മാഷ് അത് തൻ്റെ അച്ഛനാണ്. അത് പറയാൻ പറ്റില്ലല്ലോ മാഷിന്, അത് പറയാൻ പറ്റില്ലല്ലോ വേദയ്ക്ക്. പിന്നീട് തരുൺ പറഞ്ഞു, മോൾ എഴുന്നേക്കാനായിട്ട് എന്താണെങ്കിലും ഇനി 1 മണിക്കൂർ കഴിയും, വേദ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേദ മുറിയിലേക്ക് വന്നു. മുറിയിൽ വന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. താൻ എടുത്ത തീരുമാനം തെറ്റോ ശരിയോ എന്ന് വേദയ്ക്ക് അറിയാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു. വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ആകെപ്പാടെ പേടിച്ചിരിക്കുമായിരുന്നു. തരുൺ എങ്ങനെയാ പൊട്ടിത്തെറിക്കണമെന്ന് അറിയത്തില്ലോ. ചില സമയത്ത് അവന് ഈ വീടിനെ മൊത്തം കുലുക്കിക്കൊണ്ടായിരിക്കും അവൻ്റെ ദേഷ്യപ്പെടൽ. പക്ഷേ എങ്കിൽ ചില സമയത്ത് അവന് ആരോടൊന്നും മിണ്ടാതെ പിണങ്ങിയിരിക്കും. അങ്ങനെയൊക്കെ അവൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴൊന്നും ഉണ്ടായില്ല. അല്ല മോളെ, നീ അവനോട് ചെന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ലമ്മേ. അതെന്താ മോളെ, എനിക്ക് പറയാൻ തോന്നിയില്ലമ്മേ. കുഞ്ഞിൻ്റെ കാൽപാദം വരെ നെഞ്ചിനകത്ത് പച്ച കുത്തി വെച്ചിരിക്കുക. അങ്ങനെയുള്ള അദ്ദേഹത്തോട് ഞാൻ ചെന്ന് എങ്ങനെയാ പറയണത് ഈ കാര്യം? എനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതുലക്ഷ്മി അമ്മയും വല്ലാതായി. സേതുലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി വേദ അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രമാത്രം വലുതാന്നുള്ള കാര്യം. കാരണം വേദയ്ക്ക് ഒരു വശത്ത് കുഞ്ഞിനെ കൊടുത്തതിൽ പശ്ചാത്താപമുണ്ട്, മറുവശത്ത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അത് സുരക്ഷിതമാണെന്നുള്ള കാര്യം വേദയ്ക്കറിയാം. പക്ഷെ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയവും വേദയ്ക്കുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞിനെ ഹോസ്പിറ്റലൊക്കെ കാണിക്കാനായിട്ട് വേദയും അതുപോലെ സേതുലക്ഷ്മി അമ്മയും ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് ഗുണ്ടകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവന്മാരവിടെ വന്നൊക്കെ അന്വേഷിക്കുകയാണ്. വേദയും കുഞ്ഞും അവിടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ട് തന്നെയാണ് അവന്മാർ വന്നേ. ആ സമയം വേദ ഡോക്ടറിൻ്റെ അരിയിലായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു, വേദ ഇതുവരെയായിട്ടും തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ? തരുണിൻ്റെ കുഞ്ഞ് തന്നെയായിട്ടാണോ ഇപ്പോഴും ഇവള് വളരുന്നേ? വേദ പറഞ്ഞു, പറയാൻ പറ്റിയില്ല ഡോക്ടറെ. എത്ര കാലം നിങ്ങൾ ഈ കള്ളത്തരം ഇങ്ങനെ മറച്ചു വെക്കും? സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേദയ്ക്ക് സാധിച്ചില്ല. അമ്മേ, ഇത് ആപത്തിലോ ചെന്ന് കലാശിക്കുള്ളൂ. അറിയാലോ, തരുൺ ഒടുവിൽ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അയാൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാളെ കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മനോഭാവം എന്താണെന്നറിയില്ല. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. പക്ഷെ നിങ്ങളത് പറഞ്ഞേ മതിയാവുള്ളൂ. പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും വേദയ്ക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവാനായിട്ട് പോകുന്നത്. വേദയുടെ കുഞ്ഞിനെ വേദയ്ക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. വേദയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ വേദയ്ക്കും കുറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. ആ സമയം ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദ ഒരു നിമിഷം സേതുലക്ഷ്മിയമ്മയെ നോക്കി. വേദയ്ക്ക് മനസ്സിലായി തന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അവരെന്നുള്ള കാര്യം. പെട്ടെന്ന് സേതുലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ മോളെ, എന്താ കാര്യം? അങ്ങനെ വേദ അങ്ങോട്ട് മാറുമ്പോഴത്തേനും അവന്മാരെ കണ്ടു. വേദയുടെ മുഖത്തിൻ്റെ കുറച്ച് ഭാഗം, എടാ തെങ്ങ് നോക്ക് എന്ന് പറഞ്ഞു.
വേദയാണ് തങ്ങൾ അന്വേഷിച്ച് വരുന്ന പെൺകുട്ടിയാണ് അതെന്നുള്ള കാര്യം അവന്മാർക്ക് മനസ്സിലായി. പെട്ടെന്ന് വേദ സേതുലക്ഷ്മി അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. അമ്മ കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോയിക്കോ. എന്താ മോളെ കാര്യം? എന്താ കാര്യമൊക്കെ പറയാം. അമ്മ കുഞ്ഞിനെ കൊണ്ട് പോയിക്കോ, അല്ലെ ആപത്താന്ന് പറഞ്ഞു. അങ്ങനെ സേതുലക്ഷ്മി അമ്മ എന്ത് ചെയ്തു? മോളെയും കൊണ്ട് പെട്ടെന്ന് അവിടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അതേ സമയത്ത് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുമ്പോഴത്തേനും വേദ എന്ത് ചെയ്തു? തലവഴി തൻ്റെ ഷോൾ എടുത്തിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ പാതി മറിച്ചിട്ട് പെട്ടെന്ന് അലോടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗുണ്ടകളുടെ പിന്നാലെ ഓടി വരുന്ന വേദയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേദ അവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് പോന്നിട്ട് ഇത്തിരി അങ്ങോട്ട് സ്പീഡ് കൂട്ടി പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. പക്ഷെ അവന്മാർ ഓടി വന്നപ്പോഴത്തേനും വേദയെ ഓടി. പക്ഷെ മുന്നിൽ കൂടെ വേറെ 1-2 ഗുണ്ടകൾ വന്നു. വേദ അവരുടെ നടുക്കായിപ്പോയി. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നിമിഷം വേദ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് ഒരുത്തൻ വേദയുടെ മുഖത്തുണ്ടായിരുന്ന തുണി അങ്ങോട്ട് മാറ്റാൻ കൈ അങ്ങോട്ട് പൊക്കുമ്പോൾ വേദ ഒന്നേ അവനെ നോക്കിയോളൂ, ഇനി എന്ത് സംഭവിക്കാന്നൊരു ചിന്തയായിരുന്നു വേദയ്ക്ക്. അപ്പോഴേക്കും അവൻ ആണ്ട് എടുത്തടിച്ച് താഴെ കിടക്കുന്നു. വേദയ്ക്കൊന്നും മനസ്സിലായില്ല. കൃത്യസമയത്ത് തന്നെ തരുൺ വന്ന് വേദയെ രക്ഷിക്കാനായിട്ട് ഒറ്റ തൊഴിക്ക് അവൻ താഴെ വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് തരുണിന്റെ താണ്ഡവമായിരുന്നു അവിടെ നടന്നത്. ഗുണ്ടകളെല്ലാം അവൻ നിലംപരിച്ചാക്കുവാണ്. അതിനുശേഷം വേദയൊന്ന് നോക്കി. അയാളുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളോ. തൻ്റെ ഭാര്യ രാധിക മരിക്കാൻ കാരണം ഇതുപോലൊരു ആക്സിഡൻ്റാണ്. കാരണം അന്ന് ആ പ്രശ്നം മാളിലുണ്ടായ പ്രശ്നം കാരണമാണ് തൻ്റെ ഭാര്യ മരിച്ച്. വേദയുടെ ഇങ്ങനെ നോക്കി നിൽക്കുക. വേദ ബോധം കിട്ടി താഴെ വീഴുന്നൊന്നുമില്ല. ഒടുവിൽ അയാൾ എന്ത് ചെയ്തു? തൻ്റെ റിവോൾവർ എടുക്കുകയാണ്. അവനെ നേരെ ചൂണ്ടി. അപ്പോഴേക്കും ബാക്കി ഗുണ്ടകളൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. ഇവിടെ ഗുണ്ടകളുണ്ട്, അമ്മമാരെ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. വേദയോട് പറഞ്ഞു, ദേ പുറത്തേക്ക് പോയിക്കോ, അമ്മ റിസപ്ഷനിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ അവന്മാര് മോളെ അന്വേഷിച്ച് ഇവിടെ അവന്മാർ വന്നമ്മേ. കൃത്യസമയത്ത് തന്നെ തരുൺ സാറ് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തരുണോ? അതെ, തരുൺ സാറ് വന്നു. തരുൺ സാറ് പറഞ്ഞ അമ്മ ഇവിടെ റിസപ്ഷനിലുണ്ടെന്ന്. അല്ല, ഞാൻ അവനെ കണ്ടില്ലോ. എന്നിട്ട് തരുൺ സാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോളെ ഇപ്പൊ കൃത്യസമയത്ത് അവൻ വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ കൊണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റും? നിന്നെയും കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവർ വീണ്ടും എത്തില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അമ്മേ ഞാൻ നോക്കിയിട്ട് ഏറ്റവും സേഫ് വീട്ടിൽ തന്നെ നിൽക്കുന്ന മോളെ. നീ ഇപ്പം തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും തരുൺ അവിടേക്ക് വന്നു. തരുൺ വന്നിട്ട് പെട്ടെന്ന് വേദയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കുഞ്ഞിനെ വാങ്ങി. വേദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ വരാൻ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും വേദ ദയനീയമായിട്ട് സേതുലക്ഷ്മി അമ്മേനെ നോക്കി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും തരുൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോളെ നല്ല രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചില നിബന്ധനകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുലക്ഷ്മി അമ്മ ചോദിച്ചു, അല്ല മോനെ, ഇപ്പോൾ വന്നത് ആ ഗുണ്ടകൾ അത് നിങ്ങളെ നേരത്തെ ഉപദ്രവിക്കാൻ വന്നവരാണോ എന്ന് ചോദിച്ചു. ഇത് അവരൊന്നുമല്ല, ഇത് വേദയെ അന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞു. വേദയുടെ കയ്യിൽ ഇനി എൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ സേഫ് അല്ല. കാരണം ഇവളുടെ ജീവന് പോലും ആപത്താണ്. എൻ്റെ മോൾക്കൊരു പോറൽ പോലും ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാധികയെ എനിക്ക് നഷ്ടമായി. എൻ്റെ മോളുടെ ജീവിതം എനിക്ക് തുലയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോൾ വേദയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു നിമിഷം വേദ ഞെട്ടിപ്പോയി. സേതുലക്ഷ്മി ചോദിച്ചു, മോനെ നീ എന്തൊക്കെയാ പറയണേ? അതെ, വേദയുടെ സേവനം ഇനി എൻ്റെ മോൾക്ക് ആവശ്യമില്ല. കാരണം വേദയുടെ പിന്നാലെ തന്നെ ഗുണ്ടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ ഒരു കാരണവശാലും ഇനി വേദയുടെ കയ്യിൽ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ തരുണിൻ്റെ കയ്യെ പിടിച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. നീ ഇങ്ങോട്ട് വന്നേ. എടാ, നീ എന്ത് വർത്താനാ പറയണേ? ആ കുട്ടിയുടെ മാനസിക സ്ഥിതി നീ എന്താന്ന് ചിന്തിച്ചോ? പാപം, എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. അതിനതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത സമയത്ത് കുറെ ഗുണ്ടകൾ വരുന്നത്. ഒന്നുമല്ല, നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ? അവളെ രക്ഷിക്കേണ്ട നിന്നെക്കൊണ്ട് പറ്റില്ലേ? അമ്മയ്ക്കറിയാലോ, എൻ്റെ മോള് രാധികയെ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് ആകെപ്പാടെയുള്ള എൻ്റെ ജീവിതം എൻ്റെ മോളാണ്. എടാ, എനിക്കതൊക്കെ അറിയാം. പക്ഷെ നീ അവളെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തേ? അവൾ നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ലടാ. നീ അവിടെ ഉള്ളതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാനായിട്ട് ആരും ധൈര്യപ്പെടില്ല. എടാ, ഒരു കാരണവശാലും നീ അവളെ പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ തരുൺ അങ്ങനെ സമ്മതിച്ചു. വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞു വിടുന്നില്ല. ഞാൻ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നീ എന്താ ഏതാണെന്നൊന്നും നിന്നോട് ഞാൻ ചോദിച്ചതില്ല. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ നീ എന്നോട് എന്താ ഏതാന്നുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ട ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് തരുൺ അങ്ങോട്ട് നടന്നു. അപ്പോഴേക്കും സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെ വേദയുടെ കയ്യിലേക്ക് കൊടുത്തു. കുഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോളെ,
പാല് കൊടുക്കാനൊക്കെ പറയണം. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി, ഒരു സമാധാനം തോന്നി മനസ്സിന്. ഒരു നിമിഷം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.